300 രൂപ ശമ്പളത്തിന് പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് എങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പോലും മാറ്റിമറിക്കാൻ കഴിഞ്ഞു? പണമില്ലാത്തതല്ല പ്രശ്നം, വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്തതാണ് ഒരാളുടെ ഏറ്റവും വലിയ പരാജയമെന്ന് തെളിയിച്ച ഒരു ആളുണ്ട്. 300 രൂപ ശമ്പളത്തിന് പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് എങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പോലും മാറ്റിമറിക്കാൻ കഴിഞ്ഞു? ഇന്ന് നാം കാണുന്ന റിലയൻസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ശില്പി ധീരുഭായ് അംബാനിയുടെ അധികം ആരും അറിയാത്ത കഥയാണിത്. അൺടോൾഡ് സ്റ്റോറി അബൌട്ട് ധീരുഭായ് അംബാനി. സ്വീഡനിൽ ജോലി ചെയ്യുമ്പോൾ ധീരുഭായ് സാധാരണ തൊഴിലാളികൾ കുടിക്കുന്ന 25 പൈസയുടെ ചായയ്ക്ക് പകരം വലിയ ഹോട്ടലിലെ 1 രൂപയുടെ ചായ കുടിക്കാൻ പോകുമായിരുന്നു. കാരണം ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, അവിടെ വലിയ ബിസിനസ്സുകാരാണ് വരുന്നത്, അവർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പിന്നെ ഇന്ത്യൻ ഫാഷൻ രംഗത്തെ അദ്ദേഹം എങ്ങനെ മാറ്റിമറിച്ചു? വലിയ ഹോൾസെയിൽ വ്യാപാരികൾ തന്റെ തുണികൾ എടുക്കാൻ മടിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് ചെറിയ കടകളിലേക്ക് പോയി റിലയൻസ് തുണികൾ വിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കടയിൽ ഞാൻ ബോർഡ് വെക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഡീൽ. ഇത് ബ്രാൻഡിംഗ് എന്ന വിദ്യ ഇന്ത്യയിൽ ആദ്യമായി സാധാരണക്കാരിലേക്ക് എത്തിച്ചു. പലരും ബിസിനസ് തകരും എന്ന് പേടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവർക്ക് സാധിക്കാത്തത് ചെയ്യുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത് എന്നായിരുന്നു. അദ്ദേഹം ബിസിനസ് ബുദ്ധി വെളിവാക്കുന്ന ഒരു പ്രശസ്തമായ സംഭവമാണിത്. ഏഡനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ റിയാൽ നാണയങ്ങളിൽ വെള്ളിയുടെ അംശം കൂടുതലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നാണയങ്ങൾ ഉരുക്കി വെള്ളിയാക്കി വിറ്റാൽ നാണയത്തിന്റെ മൂല്യത്തെക്കാൾ കൂടുതൽ ലാഭം കിട്ടുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. മാസങ്ങളോളം അദ്ദേഹം ഇത് തുടരുകയാണ്. ഇത് ചെയ്ത് വലിയൊരു ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. അധികൃതർ ഇത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ധീരുഭായ് നല്ലൊരു തുക സമ്പാദിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സംരംഭത്തിലൂടെ അദ്ദേഹം ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കിയിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം തന്റെ ബന്ധുവായ ചമ്പക് ലാൽ ദമാനിയുമായി ചേർന്ന് തുടങ്ങിയ കമ്പനിയാണ് മജീൻ. അവർ സുഗന്ധ വ്യഞ്ജനങ്ങൾ യമനിലേക്ക് കയറ്റുമതി ചെയ്യുകയും പകരം പോളിസ്റ്റർ നൂൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ചമ്പക് ലാൽ റിസ്ക് എടുക്കാൻ ഭയപ്പെട്ടിരുന്ന ആളായിരുന്നു. എന്നാൽ ധീരുഭായ് ആകട്ടെ വലിയ റിസ്ക് പോലും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ഒടുവിൽ അവർ പിരിയുകയാണ്. പിന്നെ നമ്മൾ ഈ ഇന്ന് കാണുന്ന റിലയൻസ് എന്ന് പറയുന്ന സാമ്രാജ്യം ജനിക്കുകയാണ്. അപ്പോഴാണ് റിലയൻസിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. അക്കാലത്ത് ബാങ്കുകൾ വലിയ വ്യവസായികൾക്ക് മാത്രമേ പണം നൽകിയിരുന്നുള്ളൂ. ഇതിന് ഒരു പോം വഴിയായി ധീരുഭായ് ചെയ്തത് സാധാരണക്കാരായ ആളുകളോട് തന്റെ കമ്പനിയിൽ ഓഹരി സ്റ്റോക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ ഉൾനാടൻ ഗ്രാമത്തിലാകട്ടെ അവിടുത്തെ കർഷകർക്ക് പോലും റിലയൻസിന്റെ ഓഹരികൾ വാങ്ങി അവർക്ക് ലാഭം നൽകുന്നതിലൂടെ അദ്ദേഹം ജനങ്ങളുടെ വിശ്വസ്തനായി. അദ്ദേഹം ഞാൻ പറയുന്നല്ലോ ധീരുഭായ് അംബാനി എന്നൊക്കെ, അദ്ദേഹം 10ാം ക്ലാസ് വരെ മാത്രം പഠനം പൂർത്തിയാക്കിയ ഒരാളാണ്. കുടുംബം പുലർത്താനായി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് ഇറങ്ങി ഇന്ന് റിലയൻസ് എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യം ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വലിയ സാമ്രാജ്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ശമ്പളം അറിയാലോ, യമനിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുമ്പോൾ വെറും 300 രൂപയാണ് ലഭിച്ചിരുന്നത്. അതിൽ നിന്ന് തുടങ്ങി ഇന്ന് കോടികളുടെ ആസ്തിയാണ് ആ ഒരു റിലയൻസ് സാമ്രാജ്യത്തിന് ഉള്ളത്.
പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കരുത്തായിരുന്നു റിസ്ക് ടേക്കിംഗ്. മറ്റുള്ളവർ ലാഭം കുറഞ്ഞ ബിസിനസ് എന്ന് കരുതിയ പോളിസ്റ്റർ നൂല് രംഗത്ത് പോലും വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തി തന്നെയാണ് ധീരുഭായ് അംബാനി. അദ്ദേഹത്തിന് 2016 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. സുഹൃത്തെ, ധീരുഭായ് അംബാനി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത്. ധീരുഭായ് അംബാനി ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ തന്നെ കാണുക, അല്ലെങ്കിൽ മറ്റൊരാൾ അവരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങളെ വാടകയ്ക്ക് എടുക്കും. കേവലം പണം ഉണ്ടാക്കുക എന്നതിലുപരി ഇന്ത്യയുടെ വ്യവസായ മേഖലയെ ആഗോള തലത്തിലേക്ക് ഉയർത്തിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. സുഹൃത്തെ, ധീരുഭായ് അംബാനിയെ കുറിച്ച് ഞാൻ പറഞ്ഞ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സുഹൃത്തെ, ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോലും കുറെ സമയവും കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ ഫോളോയും കൂടെ ചെയ്യുക. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.